ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് കിച്ചൺ ഏരിയയിൽ വലിയൊരു വഴക്കുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെവിൻ വന്നിട്ട് ചായയിൽ പഞ്ചസാര ഇടാനായിട്ട് പഞ്ചസാര എടുക്കാൻ നേരത്ത് ഒരു വിധത്തിൽ പ്രവീൺ താമസിക്കുന്നില്ല. പുള്ളിക്കാരൻ പറയുകയാണ് പഞ്ചസാര എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പഞ്ചസാര ഒന്നാമത് തീരാറായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി എടുക്കാൻ പാടില്ല എന്ന് തന്നെ പറയുകയാണ് നമ്മുടെ വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള പ്രവീൺ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു സമയത്ത് നെവിൻ പറഞ്ഞു, എന്താ എടുത്താൽ ഞാൻ ഇന്ന് കണ്ടതാണ്, ഈ ഒരു സമയത്തിനാകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും 6 തവണ ചായ കുടിച്ചു. ഓരോ തവണയും നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ഞാൻ എണ്ണി വെക്കുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഇത് മറ്റാരും പറഞ്ഞതല്ല. അങ്ങനെ നിങ്ങൾക്ക് 6 തവണ ചായ ഇട്ട് കുടിക്കാമെങ്കിൽ എനിക്ക് കുറച്ച് പഞ്ചസാര എടുത്തെന്നും പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഞാൻ നിങ്ങളെപ്പോലെ ഇത്രയധികം ചായയൊന്നും കുടിച്ചിട്ടില്ല എന്ന് നമ്മുടെ നെവിൻ പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബിന്നി പറയുകയാണ്, ശരിക്കും ബിന്നി ആണെങ്കിലും എന്താണെന്ന് അറിയില്ല, ബിന്നി ഭയങ്കര നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിന്നി പറയുകയാണ്, അങ്ങനെ അവർ 6 തവണ ചായ കുടിച്ചെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, 6 സ്പൂൺ പഞ്ചസാര എടുത്തോ, അതിനപ്പുറത്തോട്ട് എടുക്കരുത്, അതായത് ഓരോ തവണയും ഓരോ സ്പൂൺ വെച്ചിട്ട് 6 സ്പൂൺ പഞ്ചസാര എടുത്തോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ബിന്നി. അപ്പോൾ നമ്മുടെ ജിഷൻ മാറി നിന്നിട്ട്, ജിഷൻ കിച്ചണിലാണ്, ജിഷൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് മാവ് പരത്താനായിട്ട് മാവ് കുഴയ്ക്കാനായിട്ട് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് നമ്മുടെ നെവിനെ. നെവിൻ പറയണേ, എനിക്ക് സൗകര്യമില്ല, എനിക്ക് മനസ്സില്ല വരാനായിട്ട് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ നെവിൻ. അതേ സമയത്തുണ്ടല്ലോ ഈ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ കിടന്ന് ആസ്വദിച്ച് കാണുകയാണ് ഇതൊക്കെ, മറ്റാരുമല്ല നമ്മുടെ ജിസയിലാകട്ടോ. നമ്മുടെ ജിസയിൽ ഇതെല്ലാം കിടന്നുകൊണ്ട് കമഴ്ന്ന് കിടന്ന് ഇതൊക്കെ കണ്ട് ചിരിച്ച് കിടക്കുകയാണ്. ഇവർ തമ്മിലുള്ള വഴക്കൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരത്തിക്ക് എന്തോ ചിരിയാ വരുന്നത്. അത് പുള്ളിക്കാരത്തി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഈ തിന്നാൻ തീറ്റിയുടെ പേരിലൊക്കെ കാണുന്ന വഴക്കുകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചിരി വരും. അപ്പോൾ പുള്ളിക്കാരത്തി വേറൊന്നും വെച്ചിട്ടില്ല, നമ്മുടെ നെവിൻ്റെ സംസാര ശൈലിയും ആക്ഷൻ കാണിപ്പൊക്കെ അല്ലേ, അത് കണ്ടിട്ടാവണം ജിസൈലിന് ചിരി വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ജിസൈൽ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് ലൈവിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അമ്മയെ തല്ലിയാലും രണ്ടെന്ന പക്ഷമാണല്ലോ. അപ്പോൾ നമ്മുടെ ജിസയിൽ ഇങ്ങനെ ചിരിച്ചതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നെവിൻ പറഞ്ഞ വാക്കുകളിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അവർ 6 ചായ കുടിക്കുമ്പോൾ ഒരിത്തിരി പഞ്ചസാര എടുത്തത് പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മാത്രമല്ല നമ്മുടെ ബിന്നി എന്ന് പറയുന്ന മത്സരാർത്ഥിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി വീണ്ടും ഇതുപോലെ ലൈവിൽ അപ്പപ്പോൾ കാണുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.